പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന അരോമ ടി വിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് എൻ്റെ സ്നേഹിതനും കർത്താവിൽ ഈ കാലയളവിൽ വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജി പി മോഹൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനാണ്. ആ ദൈവദാസനെ കഴിഞ്ഞ വർഷമാണ് എനിക്ക് പരിചയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ചരൽക്കുന്ന് മാരാമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ചരൽക്കുന്ന് മർത്തോമ സെൻറ്ററിൽ വെച്ച് നടന്നതായ ബാക്ക് ടു ദ ക്രോസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസിൽ വെച്ച് ആണ് ഈ ദൈവദാസനെ ഞാൻ പരിചയപ്പെടുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കാലേബ് ജി ജോർജിൻ്റെ നേതൃത്വത്തിലാണ് അനുഗ്രഹിക്കപ്പെട്ടതായ 4 ദിവസത്തെ ആ കോൺഫറൻസ്, ആ സെമിനാർ നടക്കുവാനിടയായി തീർന്നത്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധിയായിട്ട് ഓരോ കുടുംബത്തെ അവിടുത്തെ ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അതൊരു മിഷണറി കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു സെമിനാറായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, മറക്കാനാകാത്ത, എന്നും ഓർമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആ ഒരു സെമിനാർ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ആ 4 ദിനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ ഇടയായി തീർന്നു. ഗുജറാത്തിൽ നിന്ന് ഞങ്ങളെയാണ് ആ മീറ്റിങ്ങിലേക്ക് പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുവാനും സംബന്ധിക്കുവാനും ഇടയായി തീർന്ന ആ 4 ദിനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളായിരുന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജി പി മോഹൻ എന്ന് പറയുന്ന ഈ കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാനിടയായി തീർന്ന അദ്ദേഹത്തിൻ്റെ അത്ഭുത രോഗസൗഖ്യം, അത്ഭുത സാക്ഷ്യത്തെക്കുറിച്ച് അന്ന് ചുരുക്കമായി കേൾക്കുവാനിടയായി തീർന്നു. അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ആ ദൈവദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനും. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജി പി മോഹൻ അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ ദാസനെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ കുമ്പനാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. കേരളത്തിൽ കുമ്പനാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. എൻ്റെ വീട്ടില് എൻ്റെ വൈഫും 3 കുഞ്ഞുങ്ങളും ഉണ്ട്. എൻ്റെ പിതാവ് മരിച്ചുപോയി 13 വർഷം മുമ്പ്. അദ്ദേഹം ഒരു ദൈവദാസനായിരുന്നു. മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങള് കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് പുല്ലാട്ട ചർച്ച് കർത്താവിന്റെ വേല ചെയ്തു. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ചും വിടുതലുകളെക്കുറിച്ചും അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സംസാരിക്കാം. ബാല്യകാലം മുതൽ ഇങ്ങോട്ട് ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികൾ, അത്ഭുത രോഗസൗഖ്യം, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കാം. ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ മുൻപാകെ ഒരു സാക്ഷിയായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജോർജി പി മോഹൻ എന്നാണ്. ഞാൻ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അതിനോടനുബന്ധിച്ച് പുല്ലാട്ട് ചർച്ചിനോടനുബന്ധിച്ച് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പെന്തിക്കോസ് കുടുംബത്തിലാണ്. പറയുവാണെങ്കിൽ പെന്തിക്കോസിന്റെ 4ാമത്തെ തലമുറയിൽ ആയിരിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ജനിച്ച് കഴിഞ്ഞ കുറച്ച് നാള് എൻ്റെ പിതാവിന് പൊതുവിലെ ബിസിനസ്സിനോടനുബന്ധിച്ച് ജോലിയോടനുബന്ധിച്ച് ചില നാളുകൾ അവിടെ ആയിരുന്നു. അവിടെ എൻ്റെ LKG UKG ഒക്കെ പഠിപ്പാനിടയായി. അതിനുശേഷം ആ സമയത്തൊക്കെ എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. പെന്തിക്കോസിലായിരുന്നെങ്കിൽ തന്നെ മറ്റൊരു സാഹചര്യത്തിലൊക്കെയാ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ പിതാവ് ചില നാളുകൾ അവിടെ ജയിലിൽ കിടപ്പാനിടയായി മദ്യപാനത്തോടനുബന്ധിച്ച്. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം പിതാവിനെ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിൽ വരേണ്ടതായിട്ട് വന്നു. പിന്നെ തുടർന്ന് അതിനുശേഷം എൻ്റെ മാതാവിനും എനിക്കും എൻ്റെ സഹോദരനും അത് നിമിത്തം തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്നു.
നാട്ടിൽ വന്ന് ചില വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവ് വീണ്ടും കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ വേർതിരിപ്പാൻ, അതിനുശേഷം നീണ്ട വർഷങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അദ്ദേഹത്തെ കർത്താവ് ഇടയാക്കി. എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ മാതാവ് ഒരു ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. പിതാവ് പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുവാൻ അവർക്ക് വളരെ നിർബന്ധമായിരുന്നു. രണ്ടിന്റെ സഹോദരൻ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജിജി പി മോഹൻ എന്ന, കൊട്ടാരക്കരയിൽ അദ്ദേഹം താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ദൈവഭയത്തിൽ വളരണമെന്ന് വളരെ കർക്കശമായിട്ട് വളരെ നിർബന്ധമുള്ളവരായിരുന്നു എൻ്റെ മാതാപിതാക്കന്മാര്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഞങ്ങളെ വളർത്തുവാൻ ദൈവം അവരെ സഹായിച്ചു. അങ്ങനെ വളരുവാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഞാന് വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് കുമ്മനാട്ട് ബ്രദർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. നാട്ടിൽ വന്നതിന് ശേഷം അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം 7 വർഷം അവിടെ പഠിപ്പാനിടയായി. അതൊരു ബ്രദറുകാരുടെ സ്കൂളായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാന്, ജീവിതത്തിൽ പിന്നെയും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. അവിടെ അന്ന് ബാലസംഘം എന്നൊക്കെ പറയുന്ന ബ്രദറുകാരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു തെറ്റ് ചെയ്താലും ഇങ്ങനെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആ സ്കൂളിലായിരുന്നപ്പോൾ പ്രാർത്ഥിപ്പാനും, അത്രമാത്രം ദൈവത്തെ ചെറുപ്പത്തിലെ രുചിച്ചറിയുവാൻ, ദൈവത്തെ അത്രമാത്രം ബഹുമാനിപ്പാനും, ദൈവത്തെ സ്നേഹിപ്പാനും ഒക്കെ കർത്താവ് ജീവിതത്തിൽ അങ്ങനെ വലിയ ഭാഗ്യം തന്നു. അതിനുശേഷം അവിടെ 7th വരെ ഉള്ളായിരുന്നു. അതിനുശേഷം ഞാൻ മൗണ്ട് സിയോൺ ഒരു റെസിഡൻഷ്യൽ സ്കൂള് കടമനട്ടയിൽ ഉണ്ടായിരുന്നു. ആ സ്കൂളില് 10th വരെ പഠിപ്പാൻ, 9th വരെ പഠിപ്പാൻ ഇടയായി. അതിനുശേഷം 10th വടശ്ശേരിക്കരയുള്ള ഒരു മറ്റൊരു സ്കൂളിൽ പഠിപ്പാൻ കർത്താവ് സഹായിച്ചു. ഈ കാലഘട്ടത്തിലൊക്കെ കർത്താവ് നല്ലവനും വിശ്വസ്തനുമായിരുന്നു. ഓരോ ദിവസവും അന്ന് ചെറുപ്പത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തെന്നൊക്കെ ഗ്രഹിപ്പാനും ജീവിതത്തിൽ അനുഭവിപ്പാനും കർത്താവ് സഹായിച്ചു. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ പഠിപ്പാനിടയായി. അതിനുശേഷം മാതാപിതാക്കന്മാരെ ശുശ്രൂഷയിലൊക്കെ ആയിരുന്നത് കൊണ്ട് എന്നോടും എൻ്റെ ബ്രദറിനോട് എപ്പോഴും അവരുടെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയിലാകണമെന്ന്. മറ്റൊന്നും അവർ ആഗ്രഹിച്ചില്ല. ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ തീരുമാനിച്ചു ബൈബിൾ കോളേജിൽ പോയി പഠിക്കാമെന്ന്. അന്നേരം ഒരിക്കല് എൻ്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിതാവ് തന്റെ റൂമിൽ എന്നെ വിളിച്ചിട്ട് എനിക്ക് ബൈബിൾ തന്നിട്ട്, ഒരു ബൈബിൾ എടുത്ത് എന്നെ തന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ആ റൂമിന്റെ ഈ ബൈബിൾ കൊണ്ട് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത്ര സുവിശേഷ വേല. അങ്ങനെ ദൈവസന്നിധിയില് നിൽക്കുവാൻ പറ്റുമെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ത്യ ബൈബിൾ കോളേജ്, കുമ്മനാട്ടുള്ള ഇന്ത്യ ബൈബിൾ കോളേജില് BTH ചേർന്നു. അതിനുശേഷം MDiv, BTH ശേഷം MDiv പായിപ്പാട്ടുള്ള ബൈബിൾ കോളേജിൽ നിന്ന് എടുത്തതിന് ശേഷം ചില നാളുകള് വിശാഖപട്ടണത്തുള്ള ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാനുണ്ട് അവസരങ്ങൾ കർത്താവ് എനിക്ക് തന്നു. ആ സമയത്ത് എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ചില ക്രമീകരണങ്ങളൊക്കെ വന്നത്. അങ്ങനെ ആ സമയത്ത് വിവാഹം കഴിയുമെന്ന് വെച്ചാൽ 2004 എന്റെ വിവാഹം നടക്കുവാനിടയായി. എൻ്റെ വൈഫ് അന്ന് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് നാട്ടിലായിരിക്കാന് കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. എനിക്ക് 3 മക്കളെ കർത്താവ് തന്നു. മൂത്ത മോളിപ്പം നഴ്സിംഗിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോള് 6th സ്റ്റാൻഡേർഡിലും, മൂന്നാമത് 3.5 വയസ്സുള്ള ഒരു മോനുണ്ട്. അവനെ ജസ്റ്റ് ഈ വർഷം പ്ലേ സ്കൂളിൽ ചേർക്കുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിന്റെ വേലയില് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്നെങ്കിലും പല പ്രസ്ഥാനങ്ങളിലും ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ അവരെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. ഇന്നോളം നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തില് മറ്റുള്ളവർ പറയുന്നത് പോലെ പ്രത്യേകമായിട്ട് വേറെ ദുരനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും ഇങ്ങനെ കർത്താവ് നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ട്
ഈ ചെറുപ്പത്തിലെ കിട്ടിയ ആ മിസ്തറിക്കുന്ന ദൈവഭയം, ദൈവാശ്രയം കൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാന് എന്റെ ചെറുപ്പത്തിലെ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 7 പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ ആ ബ്രദറൻ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളാ. അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ആയി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ 2021 എന്റെ വയറ്റിൽ ഒരു വേദന. വയറ്റിൽ വേദന എന്ന് വെച്ചാൽ ഏകദേശം 10 വർഷമായിട്ട് ഒരു ചെറിയ വേദന, വളരെ പറയത്തക്ക വേദനയൊന്നുമില്ല, അതുപോലുണ്ട് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഞാൻ 10 വർഷം മുമ്പ് എന്റെ ഫാദർ മരിച്ചപ്പം എന്റെ ഫാദറിനെ നോക്കിയ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കിങ്ങനെ ഒരു ചെറിയ വേദന ഉണ്ട്. എന്നിട്ട് ആദ്യം ഡോക്ടറിനോട് പറഞ്ഞു, അദ്ദേഹം ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡോക്ടറാണ്. എന്നിട്ട് പറഞ്ഞു, ജോർജ് വിഷമിക്കുന്നതിനകത്ത് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം, പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട, അതിപ്പം ഫാദറൊക്കെ ഇങ്ങനെ മരിച്ചത് കൊണ്ടൊക്കെ ജോർജൊക്കെ അങ്ങനെ തോന്നിക്കേ ഉള്ളെന്ന് പറഞ്ഞു. ചില വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ അവിടെ ഇങ്ങനെ വേദന എനിക്ക് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഇല്ല, വല്ലപ്പോഴും. അന്നേരം ഡോക്ടർ പറഞ്ഞു, ജോർജ് അത് ആ വേദന അവിടെ തന്നെ ഇരുന്നാൽ കുഴപ്പമില്ല, അത് മറ്റൊരു ഭാഗത്തോട്ട് മാറുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രശ്നമായിട്ടൊക്കെ വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അത് വലുതായിട്ട് ഗൗരവമാക്കിയില്ല. 2021 എന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്തൊക്കെ വെളിയിൽ മറ്റിടത്തൊന്നും വെളിയിലോട്ടൊന്നും പോകാനുള്ള സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ കൂടുതൽ ഈ വേദനകളെ കുറിച്ച് ഇങ്ങനെ ശ്രദ്ധിപ്പാനിടയായി. 2021 പലരും മാതാവും വൈഫൊക്കെ അനുബന്ധിച്ച് ഞാനൊരു ഹോസ്പിറ്റലില് ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ അന്നേരം എന്റെ രോഗവിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഒരു സ്കാനിങ് ചെയ്തു. സ്കാനിങ് ചെയ്തപ്പോൾ പറഞ്ഞു, വയറ്റില് കുടൽ ഇൻഡസ്റ്റൈനില്, ഒരു ലാർജ് ഇൻഡസ്റ്റൈനിൽ ഒരു വലിയൊരു മുഴയുണ്ട്. അതെന്തുവാന്ന് നീ നമുക്ക് നോക്കണമെങ്കിൽ വെളി കുഴപ്പമൊന്നുമില്ല, നീ അകത്തായിരിക്കും, അതുകൊണ്ട് കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊളോണോസ്കോപ്പി ചെയ്തിട്ട് അത് പിന്നെ ബയോപ്സിക്ക് അയപ്പാനിടയായി. അന്നേരം ബയോപ്സിക്ക് അയച്ചപ്പോൾ ഇതിന്റെ പതോളജിയിൽ ഏറ്റവും ഹെഡായിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത ഡോക്ടർ ഞങ്ങളുടെ മറ്റൊരു ഡോക്ടറിന്റെ വൈഫും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ആ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം. അത് 2021 നവംബർ മാസത്തിലാണ്. നവംബർ മാസത്തില് ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിലുണ്ട് ഒരു വ്യക്തിയുടെ ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ച് ഞാൻ എറണാകുളത്ത് പോയിട്ട് അവിടുത്തെ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് മടങ്ങി വന്നപ്പോൾ എന്റെ വൈഫിനെ ഈ ഡോക്ടർ ഇങ്ങനെ വിളിച്ച്, അന്നേരം വൈഫിനോട് ഡോക്ടർ ചോദിച്ചു, ഇവിടെ അന്നേരം പറഞ്ഞ് ഇങ്ങനെ ഒരു യാത്രയില്ല, ഞങ്ങളൊരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുവാ. അന്നേരം ഡോക്ടർ ചോദിച്ചു, എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ ഡോക്ടറെ വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് ചുമ്മാ അത് വിളിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞു. റിസൾട്ട് അന്നേരം വൈഫ് ഉടനെ ചോദിച്ചു, ഡോക്ടർ റിസൾട്ട് വന്നു? റിസൾട്ട് വന്നില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അന്നേരം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരുന്നപ്പോ ആ ഡോക്ടറെ വിളിച്ചില്ല. അന്നേരം ഞങ്ങള് ഒരു പ്രത്യേകമായിട്ടുണ്ട്, നമുക്ക് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞിട്ട് ബയോപ്സിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നീ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ടെൻഷൻ എല്ലാ മനുഷ്യർക്കുള്ളതുപോലെ ഒരു ചെറിയ നിലവാരത്തിൽ ഞാൻ കൊണ്ടുവരണം. ഞങ്ങൾ പറഞ്ഞു, ഡോക്ടർ എന്തായാലും വിളിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞതിന്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്നുവെച്ചാൽ ഇത്രയും ഗൗരവമായിട്ടുള്ള കാര്യമായതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്ന് വെച്ച് ഞങ്ങള് മടങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് യാത്ര ക്ഷീണം കൊണ്ട് ഞാനെന്ന് അല്പം നേരത്തെ കിടന്നുറങ്ങി കഴിഞ്ഞപ്പം രാത്രിയിൽ അന്ന് രാത്രി 11:15 എന്റെ വൈഫ് എല്ലാം ഉറക്കി കഴിഞ്ഞപ്പം എന്നെ വന്നൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ഉടനെ എന്നോട് പറഞ്ഞത്, അച്ഛന് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വിഷമിക്കൊന്നും വേണ്ട, ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛന് പോസിറ്റീവ് ആയിട്ടാ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ എനിക്ക് പെട്ടെന്ന് സത്യം പറഞ്ഞ ഒരു മാനുഷികമായിട്ടുള്ള രീതിയിലാണെങ്കിൽ വിഷമമൊക്കെ വരണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, വൈഫ് എന്നോട് പറഞ്ഞതിൽ ഞാൻ കേട്ടതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് വലിയൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിത്തിൻ ഒരു 5 മിനിറ്റിനകം പിന്നെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിപ്പാനൊന്നും പോയില്ല. എന്താ എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നത്. ഒരു കാര്യം എനിക്കറിയാം, അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വചനത്തിൽ ഞാൻ എല്ലാ ദിവസവും പറയുന്ന ഒരു വാക്യമുണ്ട്, രാവിലെ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ എന്റെ യഹോവേ എന്നെ നിർഭയമസിക്കും. അന്ന് രാത്രികാലം സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ സമയം എഴുന്നേറ്റ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനായി വീട്ടില്. എന്നിട്ട് അന്ന് തന്നെ പോയി ഡോക്ടറെ കാണാമെന്ന് വെച്ചു. അന്നേരം എന്നെ ടെസ്റ്റിങ്ങിന് അയച്ച ഡോക്ടറിന്റെ അടുക്കൽ റിസൾട്ട് വന്നു. ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അതുകൊണ്ട് എല്ലാം നേരത്തെ മനസ്സിലാക്കുന്നേ ഉള്ളൂ.
റിസൾട്ട് വന്നെന്ന് അറിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഡോക്ടറിന്റെ അടുത്ത് പോയി. അന്നേരം ഡോക്ടർ എന്നോട് റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, എത്രയും പെട്ടെന്ന് ആദ്യം ചെയ്യേണ്ടത് ഒരു സർജറിയാണ് ചെയ്യേണ്ടത്. ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ രോഗം കണ്ടുപിടിച്ചപ്പം 3rd സ്റ്റേജ് ആയിരുന്നു. മറ്റ് ശരീരത്തിലൊന്നും ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടില്ല. അല്പ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു സർജൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം അതേ ഹോസ്പിറ്റലിന്റെ സർജന് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞാനും വൈഫും എന്റെ കൊച്ചു കുഞ്ഞും 7 മാസം കൊണ്ട് കുഞ്ഞുമായിട്ട് അവിടെ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, എന്തോ ജോലി എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു പാസ്റ്ററായിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്ററെ അടുത്ത ഒരു 9 മാസത്തേക്ക് പാസ്റ്ററിന് സർജറി ഒക്കെ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് പാസ്റ്ററിന് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. 9 മാസം പാസ്റ്ററിന് ചർച്ചിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ പാസ്റ്റർ ക്രമീകരിച്ചോ, നമുക്ക് അടുത്ത ദിവസങ്ങൾ തന്നെ ഞാൻ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോ എന്റെ വൈഫിന് ഭയങ്കര സങ്കടം തോന്നി. എന്ന് വെച്ചാൽ ഞാൻ നല്ല ആക്റ്റീവായിട്ട് എല്ലായ്പ്പോഴും ഓടി നടക്കുന്ന വ്യക്തി പെട്ടെന്ന് ചില മാസങ്ങൾ ഇങ്ങനെ കിടക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, രോഗത്തിന്റെ ഗൗരവം മാത്രമല്ല, പിന്നെ ഈ മാസങ്ങൾ ഇങ്ങനെ കിടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ വൈഫ് അവിടെ ഇരുന്ന ഡോക്ടറിന് മുമ്പ് ഇരുന്ന് പൊട്ടിക്കരയാനിട. എന്തായാലും ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ജോളി കരയണ്ട, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നു. ഇങ്ങനെ ആ ഡോക്ടർ പറഞ്ഞെന്നാ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യാം, അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ക്രമീകരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങള് അവിടെ പോയി പണവും മറ്റുമൊക്കെ അടച്ച്, അത് അഡ്വാൻസ് ആയിട്ട് അടച്ച് തിരിച്ച് മടങ്ങി വീട്ടിൽ പോന്നു. മടങ്ങി വീട്ടിൽ പോന്നപ്പോൾ ഞങ്ങൾ ഇത് പ്രത്യേകിച്ച് ആരോടൊന്നും പറഞ്ഞില്ല. എന്റെ ഒരു കസിന് ഇത് കേട്ടിട്ട് ഒരു ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട്, ശരിയാന്ന് പറഞ്ഞു. അന്നേരം എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നതാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം അദ്ദേഹം ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തിയായിരുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, ജസ്റ്റ് ആ ഡോക്ടറെ കൂടെ ഒന്ന് പോയി കണ്ടിട്ട് അടുത്ത കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഓർത്ത്, ഈ ഒരു സാഹചര്യത്തിൽ നീ ഒരാൾ പറയുന്നത് അനുസരിക്കാതിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഓർത്തില്ല. അദ്ദേഹം ഒരു രാത്രി ഒരു 11 മണിയായിട്ടാണ് പറഞ്ഞത്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഡോക്ടറിന് നാളെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ ഞാൻ നാളെ തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ഡോക്ടറിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് പിറ്റേ ദിവസം അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ ഞങ്ങള് അദ്ദേഹം പറഞ്ഞത് കേട്ട് അന്ന് വെളുപ്പിന്, എന്ന് വെച്ചാൽ ഏകദേശം 4-5 മണിക്കൂറിന് ശേഷം വേറൊരു ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ഒക്കെ ചെയ്തിട്ട് കാര്യങ്ങളും റിസൾട്ടുകളൊക്കെ കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ സർജറി ഞാൻ അടുത്ത 2 ദിവസത്തിനകം ചെയ്യാം. 2 ദിവസത്തിനകം ചെയ്താല് 5 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാം. 5 ദിവസം കഴിഞ്ഞിട്ട് എന്തുവാ പാസ്റ്ററിന് ചെയ്യാൻ പറ്റുന്ന അതെല്ലാം പാസ്റ്ററിന് ചെയ്യാമെന്ന് പറഞ്ഞു. അത്ര ഇത് കേട്ടപ്പോൾ നമുക്കും വലിയൊരു സന്തോഷം പോലെ തോന്നി. എന്നാൽ ഒരു വിഷമം എന്ന് വെച്ചാൽ മറ്റൊരാൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ ആ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ എന്നെ കുറിച്ച് തന്നെയാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഡോക്ടറിന് വേറെ ഒരു നല്ല രീതിയിൽ കൂടെ ചെയ്യാൻ പറ്റുമെന്ന്. അന്നേരം അദ്ദേഹം ഉടനെ എന്നോട് തമാശയായിട്ടാണോ കാര്യമായിട്ടാന്ന് പറഞ്ഞു, ഞാൻ ഈ സർജറി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ജോർജ് അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടെന്തായാലും വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേകമായിട്ടുണ്ടൊരു സന്തോഷം തോന്നി. എന്നാലും 5 ദിവസം കിടന്നാൽ മതി. അന്നേരം ആ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഇന്ന ഹോസ്പിറ്റലില് ഇന്ന ദിവസം സർജറി പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഈ ഡോക്ടർ വന്നു. അന്നേരം അവിടോട്ട് ചെന്നപ്പോൾ പിന്നെ 2 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ശനിയാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ചയാ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ സർജറി പറഞ്ഞു. ഈ ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചൊവ്വാഴ്ച തന്നെ സർജറി ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അന്നേരം നിങ്ങൾ നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ സർജറി ഒക്കെ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഓരോ സമയം ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവല്ലാതെ ആരും ഇല്ലല്ലോ നമ്മളെ സഹായിക്കാൻ. അന്നേരം ഒത്തിരി പേരോടൊന്നും പറയാൻ പോയില്ല, പക്ഷെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞാനായിരുന്ന ചർച്ചിലുണ്ട് പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞു. ഞാനായിരുന്ന ചർച്ചിലുണ്ട് പ്രിയപ്പെട്ടവര് അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ സഹായിച്ചു. പക്ഷെ ഡോക്ടർ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, സർജറി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ് തന്ന ഒരു അവയവമാ, അത് എന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയാൻ എനിക്ക് താല്പര്യമില്ല, പിന്നെ ദൈവത്തിന് അതിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ എന്റെ റൂമിൽ നിന്ന് സ്ട്രക്ചറില്ല ഓപ്പറേഷൻസ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അന്നേരം തിയേറ്ററിലോട്ട് കൊണ്ടുപോയ വഴിക്കല്ല ഞാനിങ്ങനെ
മനസ്സിൽ അല്പശബ്ദം കേൾക്കാൻ സ്തോത്രം പറയാറുണ്ട്. എന്നെ കൊണ്ടവരൊക്കെ പറയാറുണ്ട് ടെൻഷൻ ഒന്നും അടിക്കാൻ. ഒരു ടെൻഷനും എനിക്ക് ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തെ സ്തുതിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്നേരം ഒരു പെന്തിക്കോസ് ഡോക്ടറും അതിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. പെന്തിക്കോസ് അനുഭവത്തിലുണ്ട് ഒരു ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു എന്താ ജോലി? ഞാൻ പറഞ്ഞു ഇങ്ങനെ പാസ്റ്റർ. അന്ന് പറഞ്ഞു പാസ്റ്ററെ ഭയപ്പെടാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ അന്നേരം നമ്മുടെ ആ സാഹചര്യത്തിൽ നമ്മളൊന്നും പറഞ്ഞില്ല. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. എന്നെ അവര് മയക്കുന്ന ലാസ്റ്റ് നിമിഷം വരെയും കർത്താവിനെ സ്തുതിച്ച് ആ സമയത്ത് ദൈവത്തിനെ വിടുവിപ്പാൻ കഴിയും. ദൈവത്തിന് അസാധ്യമല്ല. പക്ഷെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി പ്രകാരമേ സകലതും നടക്കത്തുള്ളൂ. കർത്താവിന് തെറ്റ് പറ്റത്തില്ല. കർത്താവ് ചെയ്യുന്നതെല്ലാം ദൈവനാമമഹത്വത്തിനായിട്ട് തീരുമെന്ന് പിന്നെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും കർത്താവ് സഹായിച്ചു. സർജറിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു വളരെ നല്ല ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡോക്ടർ പറയാനുണ്ട്, പിൻപിലുണ്ട് കാര്യം. ഇതിന്റെ മേലൊക്കെ ദൈവത്തിന്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഡോക്ടറിന്റെ കഴിവ് ഒരു പരിധി വരെ ഉണ്ടെങ്കിലും കർത്താവ് സഹായിക്കാതെ ഒന്നും പറ്റത്തില്ല. ഏത് മനുഷ്യനും ആർക്കും എപ്പോഴും കയ്യബദ്ധം പറ്റാത്ത ഒറ്റ ഒരാളെന്ന് വെച്ചാൽ ദൈവം മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ കർത്താവിന് സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളത് സൃഷ്ടാവിന്. ദൈവത്തിന് മാത്രമേ കയ്യബദ്ധം പറ്റാതെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഡോക്ടർ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലതായിട്ട് ചെയ്തു എന്നൊക്കെ പറയാനിടയായി. എന്നാലും അതിനുശേഷം ഞാൻ സർജറി ചെയ്ത് മറ്റു പ്രയാസങ്ങളൊന്നും വലുതായിട്ടുണ്ടായില്ല. 5 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. അന്നേരം ഞാൻ ചർച്ചിലെ എല്ലാ സൺഡേയിലും ഇവിടെ ആരാധന നടത്തേണ്ടതിനായിട്ട് 1-2 സ്നേഹിതന്മാര് ദൈവദാസന്മാരോടൊക്കെ പറഞ്ഞു, ചില നാളുകള് നിങ്ങൾ നടത്തണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ആദ്യത്തെ സൺഡേയില് ചർച്ചിൽ ആരാധന നടത്താൻ പറ്റിയില്ല. അതിനുശേഷമുണ്ട് സൺഡേസിലൊക്കെ ആരാധന നടത്താൻ കർത്താവ് എന്നെ സഹായിച്ചു. എനിക്കറിയത്തില്ല അതെങ്ങനെ നടന്നെന്ന് അറിയത്തില്ല. പക്ഷെ അത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയായിരുന്നു. ദൈവത്തിന്റെ വലിയൊരു കരുതലായിരുന്നു. എന്റെ ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വസിപ്പാൻ അതൊക്കെ നിമിത്തമിടയിൽ. ഞങ്ങള് ആദ്യമായിട്ട് ഇങ്ങനെ രോഗം നിർണയിച്ച ആ സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറങ്ങി, ഡോക്ടറിന്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി അല്പം വിഷമത്തോടെ ഈ ഹോസ്പിറ്റലിന്റെ വെളിയിൽ അതിന്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം. അവിടെ നിന്ന് ഒരു വ്യക്തി, എനിക്ക് വേണ്ടപ്പെട്ട അവര് വേറൊരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാ അവിടെ. അന്നേരം അവിടെ ഇരിക്കുന്ന വേണ്ടപ്പെട്ട വ്യക്തി എന്നോട് ചോദിച്ചു, എന്തോ ഡോക്ടർ വരുന്നത്? ആദ്യമായിട്ട് ആ വ്യക്തി എനിക്ക് ഒരു 5000 രൂപ എടുത്തു തന്നു അവിടെ വെച്ച്. ആ ഹോസ്പിറ്റലിൽ അന്നേരം തന്നെ രോഗം അറിഞ്ഞ് വെളിയിലോട്ട് വന്ന് ഡോക്ടറിന്റെ റൂമിൽ നിന്ന് വന്ന് ഹോസ്പിറ്റലിന്റെ പടിക്കലോട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു 5000 രൂപ എടുത്തു തന്നു. ആ നിമിഷം മുതൽ ഈ സർജറി കഴിയുന്ന നിമിഷം വരെ, അല്ല ഇന്നയോളം കർത്താവ് എങ്ങനെ നടത്തിയെന്ന് എനിക്കറിയത്തില്ല. ദൈവം ഓരോ ദിവസവും വേണ്ടുന്നതില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും കർത്താവ് എങ്ങനെ അടുത്തുണ്ട് കാര്യങ്ങളൊക്കെ നടക്കേണ്ടതെന്നൊക്കെ തോന്നുമ്പോൾ ദൈവം അത്ഭുത കൂറുമാർ ദൈവം പ്രവർത്തിക്കും. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, ഏലിയാവിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. എന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്, പപ്പ രോഗത്തിന് മുമ്പ് പപ്പ ചർച്ചിൽ എന്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് അതെല്ലാം പപ്പയുടെ ജീവിതത്തിൽ ദൈവം നടത്തി തന്നിട്ടുണ്ട്. അത് വാസ്തവമായിട്ടൊരു കാര്യമാണ്. ഞങ്ങൾ ഈ രോഗം ഇങ്ങനെ മനസ്സിലാക്കിയപ്പം ആദ്യം അവിടുത്തെ ഒരു ഭിത്തിയയില് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിഷമത്തോട്ട് ഇറങ്ങിയപ്പോ എന്റെ വൈഫ് കണ്ടൊരു വാക്യം ഇങ്ങനായിരുന്നു, കഷ്ടം അടുത്തിരിക്കാൽ എന്നെ വിട്ടകന്നിരിക്കല്ലേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അതിന് ഞങ്ങൾ പിന്നെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഇന്ന് വരെ ആ വാക്യം കണ്ടിട്ടില്ല. അന്ന് ആ ഒരു ദിവസം മാത്രം ആ വാക്യം കാണുവാനിടയിൽ. അതൊക്കെ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഒത്തിരി ബലം തന്നു. നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഇടയായി. നമ്മൾ കർത്താവിനെ കുറിച്ച് എന്ത് പറയുന്നു അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നടത്തി തരും. ഞാൻ ഇന്ന് പകൽക്കാല സാക്ഷ്യം പറയുന്നതോടനുബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് എത്രമാത്രം പുകഴ്ത്തുവാൻ പറ്റുമോ, എത്രമാത്രം നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ പറ്റുമോ, ചിലപ്പം ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിരിക്കാം. പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് നമ്മൾ എന്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആ കർത്താവ് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാല്, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് പ്രവൃത്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക്
പ്രവർത്തിപ്പാൻ കഴിയാത്ത, ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. ഏത് വിഷയത്തിന്മേലും പരിഹാരം തരുവാൻ കർത്താവ് മതിയല്ല. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കാറുണ്ട്, മാറെ കർത്താവ് മധുരമാക്കി തീർത്ത്. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള കയ്പുകളുണ്ട്. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച്, അവിടെ ഇങ്ങനെ തന്നെ പറയുന്നത്, ജനം മോശയുടെ എതിരായിട്ട് പിറുപിറുത്തപ്പം ദൈവത്തോട് മോശ ചോദിച്ചു. മോശ ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞു, എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വൃക്ഷത്തെ വെട്ടി അതിൻ്റെ അകത്തോട്ട് ഇട്ടാൽ മതി എന്ന്. അല്ലെങ്കിൽ ആ വൃക്ഷം അതിൻ്റെ അകത്തോട്ട് വീണ്, അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ അത് അങ്ങോട്ട് സ്പർശിച്ചാൽ മതി, അത് മധുരമാക്കി തീർക്കും. അന്നേരം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ തന്നെ വിടുതലിന്റെ ഒരു സ്ഥലവും കർത്താവ് അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വൃക്ഷം അവിടെ നിന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസം വന്നാലും അതിൻ്റെ അകത്ത് ഒരു പരിഹാരം കർത്താവ് കണ്ടിട്ടുണ്ട്. നമ്മൾ ആരും പ്രയാസങ്ങൾ നിമിത്തം നമ്മൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഇല്ലായ്മയായി തീരത്തില്ല. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം പുതിയ വഴികൾ, നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില പുതിയ സാഹചര്യങ്ങൾ കൂടെ കർത്താവ് നമ്മളെ നടത്തുവാൻ വിശ്വസ്തനായിരിക്കുക. ഞാൻ ദൈവത്തിന് ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് സർജറി ഒക്കെ കഴിഞ്ഞ് പറഞ്ഞു, 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കീമോയ്ക്കായിട്ട് ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പം എന്റെ ഒരു കസിനോടാ വന്നത്. അവിടെ വന്നപ്പോ എല്ലാവരോടും ഇങ്ങനെ 1 മാസം കൊണ്ട് അഭിപ്രായം ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞു, ഡോക്ടറോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ലൈഫ് എക്സ്പെക്ടേഷൻ എന്തുവാണ്, എത്ര നാളോട് നമ്മൾ ജീവിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടും എന്റെ കൂടെ വന്ന എന്റെ കസിൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ ലൈഫ് എക്സ്പെക്ടേഷൻ എന്തൊക്കെയാ? അന്നേരം എന്നോട് ഉടനെ ഡോക്ടർ പറയും, ജോർജി, ഇതെല്ലാം ഞങ്ങൾ പഠിച്ചു ചെയ്യുന്നു. ഓരോ മനുഷ്യരുടെയും ശരീരത്തിൽ ഓരോ രീതിയില്ല. ഞങ്ങൾ ചിലപ്പോൾ തൊട്ട് മുമ്പ് ആളുടെ ചെയ്ത രീതിയിൽ തന്നെ ആയിരിക്കും വേറെ ഒരാൾക്ക് ചെയ്യുന്നത്. പക്ഷെ ആ ആൾക്ക് ചിലപ്പോൾ അത് ദോഷമായിട്ടായിരിക്കും വരുന്നത്, വേറെ ഒരാൾക്ക് അത് ഗുണമായിട്ടായിരിക്കും വരിക. ഡോക്ടർ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ജോർജിക്ക് ഞാൻ ഇതുവരെ ആർക്കും ഫുൾ മെഡിസിൻ ഇന്ന് വരെയും കൊടുത്തിട്ടില്ല. ജോർജിക്ക് ഞാൻ ഫുൾ മെഡിസിനും അങ്ങ് തരുവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അത് കേട്ടപ്പോ ഓർത്ത്, ദൈവമേ, കീമോ ഏതായിരുന്നു, അന്നേരത്തെ നമുക്ക് ഒന്നാതെ ദിവസങ്ങൾ ഇച്ചിരി കൂടി ചുരുങ്ങത്തെ ഉള്ളായിരിക്കും എന്ന് ഞാനിങ്ങനെ അന്ന് ചിന്തിച്ചു. ഡോക്ടർ നമുക്ക് അതിനെക്കുറിച്ച് മെഡിക്കലായിട്ട് കൂടുതൽ അറിയത്തില്ലെങ്കിൽ കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിൽ അതാ വന്നത്. അങ്ങനെ ഞാൻ കീമോയ്ക്കായിട്ട് കടന്നു ചെന്നു. ആദ്യം കീമോയ്ക്കായിട്ട് ചെന്നപ്പം അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് ആയിരുന്നു. അന്നേരം കീമോ തുടങ്ങാൻ പറ്റിയില്ല. പിന്നെ കോവിഡിന് ശേഷം ഏകദേശം 10-25 ദിവസത്തിന് ശേഷം പിന്നെ പോയി ഫസ്റ്റ് കീമോ ചെയ്തു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു 12 കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോ ആദ്യത്തെ കീമോ ഒക്കെ ചെയ്ത് ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുക, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ അവരോടെല്ലാം തിരിച്ചു പറഞ്ഞത്, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഒരു വൊക്കാബുലറി ഇന്ന് വരെ നമുക്ക് അറിയത്തില്ല. മലയാളത്തിലും അറിയത്തില്ല, ഇംഗ്ലീഷിലും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. വേറെ ഒരു അവസ്ഥയും സാഹചര്യമായിരുന്നു എന്റെ ജീവിതം. എന്നാണ് സ്വർഗത്തിലെ ദൈവം അതൊക്കെ തരണം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. എങ്ങനെയാ ഓരോ കീമോ എടുത്തതെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷേ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ച്, കർത്താവ് ഇത്രമാത്രം ബുദ്ധിമുട്ടാണോ? എന്നാലും സ്വർഗത്തിൽ ദൈവം അതിൽ നിന്നൊക്കെ വിടിച്ചത്. ഒരു 7-8 കീമോ കഴിഞ്ഞപ്പം എന്റെ ബാക്കിൽ ഒരു ബോണിന് ഇച്ചിരി പെയിൻ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ, എന്റെ ബാക്കിൽ ബോണിന് ഒരു പ്രത്യേക പെയിൻ. അന്നേരം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം കീമോയ്ക്ക് വരുന്നതിന് മുമ്പേ ഒന്ന് സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പം ആ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു, ശരീരത്തിൽ ബോണില് ഒരു ക്യാൻസർ ഉണ്ട്. അന്നേരം നീ ചെന്ന് നീ ഓൺകോളജിസ്റ്റിനെ ഒന്ന് കാണിക്ക്, അദ്ദേഹം എന്തുവാന്ന് വെച്ച് പറയുന്നത്. പെട്ടെന്ന് വലിയ സങ്കടം വന്നു. ഒന്നും അങ്ങോട്ട് കഴിഞ്ഞില്ല, അതിന് മുമ്പേ അടുത്ത വേറെ ഒന്നുകൂടെ ശരീരത്തിൽ വന്നല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഭാരപ്പെട്ടിരുന്നു. അന്നേരം ഞാനിത് വീട്ടിൽ വന്ന് എന്റെ മാതാവിനോട് വന്നപ്പോൾ അന്നേരം ഒരു ഓണത്തിന്റെ സമയമായിരുന്നു. അന്നേരം മാതാവ് ഇങ്ങനെ വിഷമിച്ച് എന്നോട് ചോദിച്ചു, നീ ഇപ്പൊ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓണത്തിന് ദൈവം എന്ന് വെച്ചാല് കീമോ എടുത്ത് എവിടെയെങ്കിലും കീമോ ബെഡേ കിടക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് ജീവിതത്തിൽ വന്ന പ്രതിസന്ധി കണ്ടിട്ട് നമ്മൾ അറച്ചു നിന്നിട്ട് കാര്യമില്ല. മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ തരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ മാതാവിന് വിഷമം തോന്നാത്ത രീതി ഞാൻ പറഞ്ഞു, അതൊന്നും വലിയ കാര്യമില്ല, അതങ്ങനെ അങ്ങ് ചെയ്തോട്ടെന്ന് വെച്ചു. അന്നേരം ആ കീമോയുടെ റിസൾട്ട് മേടിച്ചാണ് ഞാൻ എന്റെ ഓൺകോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പേ എനിക്കറിയാവുന്ന
വിദേശത്തും നാട്ടിലൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഒരു 3-4 ഡോക്ടേഴ്സ് ഉണ്ട്. ആ, ഒരു ഡോക്ടറിന് ഞാൻ റിസൾട്ട് അയച്ചു കൊടുത്തപ്പോൾ ആ ഡോക്ടർ നിശബ്ദനായിട്ടിരുന്നു. ആ ഡോക്ടർ ഒന്നും എന്നോട് പറഞ്ഞില്ല. ഇതെന്തുവാ ഇതിന്റെ അകത്തെ ഒന്നും വേറെ 2 ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ജോർജ് പുറയിൽ ഒരു എല്ലിന്റെ അകത്ത് ക്യാൻസർ ബാധ്യത കാണുന്നുണ്ട്. എന്നിട്ട് നീ ഇപ്പൊ എന്താ ഡോക്ടർ പറയുന്നത് അതനുസരിച്ച് ഫർദർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ ഈ റിസൾട്ടുമായിട്ട് എന്റെ ഓൺകോളജിസ്റ്റിന്റെ അടുത്ത് പോകും. എനിക്ക് അന്ന് 73-ാമത്തെ നമ്പർ ടോക്കൺ നമ്പർ കിട്ടിയത്. അന്നേരം ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് 72-ാമത്തെ ആളും അകത്ത് കയറി. അന്നേരം ഈ കയറുന്നതിന് മുമ്പൊക്കെ ഞാനും ഇങ്ങനെ വായിക്കുക അതിനകത്ത് എന്തുവാന്നൊക്കെ വായിച്ചു നോക്കിയപ്പോ ഇതിനകത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയാ വായിച്ച് മനസ്സിലാക്കാനിടയിൽ മറ്റുള്ള ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് എനിക്ക് ഇത്രയും നാളും വരാത്ത ഒരു ഭാരവും പ്രയാസവും ഒക്കെ വന്നു. ദൈവം നീയുണ്ട് ദിവസങ്ങൾ എങ്ങനെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്റെ ചേർച്ചിലുണ്ട് ഒരു ആന്റി എന്നോട് പറഞ്ഞു, പാസ്റ്ററിന് പൂർണ്ണ സൗഖ്യം കിട്ടിയതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നത്. പാസ്റ്റർ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് റിസൾട്ടുമായിട്ട് വരും വലിയ സന്തോഷത്തോടെ ഇറങ്ങുന്നെന്ന് ആന്റി പറഞ്ഞു. പക്ഷേ ആ ലാസ്റ്റിൽ അവിടെ നിൽക്കുന്ന എന്റെ 72-ാമത്തെ നമ്പർ വിളിക്കുമ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇങ്ങനെ ആന്റി പറഞ്ഞത് മാത്രം അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞതുണ്ട്. ഞാൻ എന്റെ 73-ാമത്തെ നമ്പർ വിളിച്ച് എന്റെ ഡോക്ടറിന്റെ അടുത്ത് കയറി. ഡോക്ടർ ഉടനെ വായിച്ചിട്ട് പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞത്, ജോർജ് ഇതിനകത്ത് ക്യാൻസർ മറ്റു പ്രയാസമൊന്നും ഇല്ലെന്ന് എഴുതിയേക്കുന്നു. ഞാൻ അങ്ങ് ഡോക്ടറോട് ചോദിച്ചാൽ എന്തോ ഡോക്ടർ അങ്ങനെ പറഞ്ഞ് എന്ന് ചോദിച്ചത്. ഡോക്ടർ ഞാൻ അന്നേരം പിന്നെ ഡോക്ടറിനെ ചൂണ്ടിക്കാണിച്ച് ഡോക്ടർ ഇതെന്തോ എഴുതിയേക്കുന്നത്, അതിനകത്ത് എഴുതിയേക്കുന്നത് ഇത് ഇല്ലെന്ന് എഴുതിയേക്കുന്നത്. ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു. നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്, ദാനിയലിന് എതിരായിട്ടുള്ള രേഖയൊക്കെ തിരുത്തി എഴുതിയിട്ടുണ്ടെന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഞാൻ ദൈവമക്കളോട് പറയാം, എന്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് അങ്ങനെ തന്നെ അനുഭവിക്കാൻ ഇടയായി. ഞാൻ ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം പറയുമ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ രേഖ എഴുതിയതിനൊക്കെ അല്ലെങ്കിൽ ചിലപ്പം ചില മെഡിക്കൽ റിപ്പോർട്ട്സ് ആയിരിക്കും, അതിനൊക്കെ മാറ്റുവാൻ ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നത്. ആ ഡോക്ടറിനോട് കണ്ടിട്ട് അന്നേരം ഡോക്ടർ പിന്നെ ഉടനെ അസിസ്റ്റ് ചെയ്ത് ഡോക്ടറിനോട് പറഞ്ഞു അത് കമ്പ്യൂട്ടറിലോട്ട് അങ്ങനെ തന്നെ എഴുതാൻ. അത് കേട്ടപ്പോ എനിക്കൊരു ധൈര്യമായി. എന്താന്ന് വെച്ചാൽ ഒരു ഡേറ്റ ആക്കുന്ന കാര്യമാണ്. അന്നേരം ഇതിൽ പേപ്പറിന്റെ അകത്ത് എന്ത് എഴുതിയാലും കുഴപ്പമില്ല, ഡോക്ടർ ഇപ്പൊ എന്നെ കേട്ടാണല്ലോ പറഞ്ഞത് ഇങ്ങനെ തന്നെ എഴുതാൻ. അത് പിന്നെ ഏറ്റവും ഒടുവിൽ അവിടെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഞാൻ കൈപോക്കി ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചോണ്ടിരുന്നു. അന്നേരം എന്റെ ചേർച്ചിൽ എന്റെ ഒരു ആന്റി എന്നോട് പറഞ്ഞ് ആ വെളിപ്പാട് പോലെ തന്നെ നടന്നു. നോക്കിക്കോണം, ഇന്നും വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ ഉണ്ട്. ദൈവം നമുക്ക് നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കാൻ്റെ മറ്റൊരു രീതി നമ്മളെ കർത്താവ് അറിയിപ്പിക്കേണ്ടതൊക്കെ അറിയിപ്പിച്ചിട്ട് നമ്മൾ ധൈര്യത്തോട് മാത്രം മുൻപോട്ട് പോയാൽ മതി. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ച് അതിനുശേഷം എന്റെ കീമോ എല്ലാം പൂർത്തീകരിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങും പെറ്റ് സ്കാനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വരണമെന്ന്. അന്ന് ലാസ്റ്റ് എന്റെ റിസൾട്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പം ഡോക്ടർ ഇതെല്ലാം വായിച്ചിട്ട് ഡോക്ടർ എഴുന്നേറ്റ് എന്നിട്ട് എന്നോട് പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ് ജോർജ്, ഇതിൽ നിന്നെല്ലാം വെളിയിൽ വന്നു. അന്നേരം ഞാൻ പറഞ്ഞു, ഡോക്ടറെ അതല്ലേ എന്റെ ദൈവത്തെ കണ്ട് എന്നെ നോക്കിയൊരു ഡോക്ടേഴ്സ്, എന്നെ സർജറി ചെയ്ത ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു. എന്നെ നോക്കിയത് എന്റെ ഓൺകോളജിസ്റ്റ് ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു. എന്നാലും അവരുടെ മധ്യത്തിലൊക്കെ ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കി. ആ ഡോക്ടർ അത്രമാത്രം ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ എന്നോട് പറഞ്ഞ ആ സാഹചര്യമൊക്കെ ഓർക്കുന്നുണ്ട്. അന്നേരം ഇത്രയും വലിയൊരു മാരകമായ രോഗത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ച് പലരുടെ അടുക്കലും ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനൊക്കെ കർത്താവ് സഹായിച്ചു. നീയുള്ള കാലം ഇത്രയും നാളും ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞതുപോലെ ഞാനൊരു പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചു വന്ന 4ാം തലമുറയായിരുന്നെങ്കിലും ഏകദേശം ദൈവത്തിന്റെ വചനം അറിഞ്ഞത് പ്രകാരം ദൈവവചനം പ്രമാണിച്ച് ചെയ്യുവാനൊക്കെ ഇന്നേ വരെയും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. തുറന്നും കർത്താവ് എത്ര നാൾ തരുന്നോ അന്ന് വരെയും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിട്ട് നിൽപ്പാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ സാക്ഷി പറയാൻ അവസരം തന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി. പാസ്റ്റർ എനിക്ക് ഒത്തിരി പ്രോത്സാഹനം തന്നു. ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനൊന്ന് പറഞ്ഞ് എനിക്ക് ചെയ്ത് പരിചയമില്ല. പാസ്റ്റർ എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. കർത്താവ് തന്ന വിടുതലിന് അതിന്റെ പിന്നിൽ ദൈവത്തിന് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ, ചിലരിലേക്ക് കേൾക്കാൻ അത് ചിലരുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ ഇതും അനേക പേർക്ക് വിടുതലായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും. ആമേൻ.
കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജി പി മോഹൻ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ മിറക്കിൾ ടെസ്റ്റിമണി അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ടെസ്റ്റിമണിയുണ്ട്. അതായത് ജീവിതത്തിൽ പരിശോധിച്ച് അറിഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിലും ഈ ഒരു അനുഭവം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. യോബ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നേരിട്ടതായ അനർത്ഥങ്ങൾ. യോബിൻ്റെ പുസ്തകത്തിൽ 42 അധ്യായങ്ങളുണ്ട്. 41 അധ്യായത്തിൽ കൂടി കയറി ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ യോബ് കയറി ഇറങ്ങി തൻ്റെ മക്കളും മൃഗസമ്പത്തുകളും തൻ്റെ വീടും തൻ്റെ ജീവിതവും തൻ്റെ എല്ലാ ഭൗമികമായ മണ്ഡലങ്ങളും തകർന്നടിഞ്ഞ് തൻ്റെ ശരീരം മുഴുവനും രോഗത്താൽ ബാധിതനായി സുഹൃത്തുക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും എല്ലാം ഒറ്റപ്പെട്ടവനായിരിക്കുമ്പോഴും അവിടേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ സ്നേഹനിധിയായ സർവശക്തനായ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ആ ഒരു പേഴ്സണൽ എൻകൗണ്ടർ യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. അവിടെ വെച്ച് യോബ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവത്തിന് സകലവും സാധ്യം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. 42 അധ്യായത്തിൽ നമുക്ക് കാണുന്നു, ദൈവത്തിന് സകലവും സാധ്യം. ആമേൻ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമുക്ക് തോന്നാറുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ, ദൈവത്തിന് കഴിയത്തില്ലായിരുന്നോ എന്നൊക്കെ ഒരു പക്ഷങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ മറുവശം കൂടി നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല, ദൈവത്തിന് കഴിയാത്തതായിട്ടൊരു കാര്യമില്ല. ദൈവത്തിന് സാധിക്കും, ദൈവത്തിന് കഴിയും. ആ ഒരു വാക്ക് നമ്മൾ പറയണം. എൻ്റെ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, എൻ്റെ ദൈവത്തിന് എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയും, എൻ്റെ ദൈവത്തിന് എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന്, കാൻസർ രോഗമായാലും ഏത് രോഗമായിരുന്നാലും അതിൽ നിന്ന് നമ്മെ പൂർണ്ണമായി വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് നമ്മൾ നമ്മുടെ വാഗൊണ്ട് നമ്മൾ പ്രൊക്ലെയിം ചെയ്യണം, നമ്മൾ ഏറ്റുപറയണം, നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണം. അതിൽ കൂടി വലിയ ഒരു സൗഖ്യം നമ്മിലേക്ക് ഇറങ്ങി വരുവാനിടയായിത്തീരും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു രോഗം നമുക്കുണ്ടെങ്കിൽ ആ രോഗത്തിനകത്ത് ഒരു രോഗസൗഖ്യവും കർത്താവ് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനകത്ത് ഒരു പ്രശ്ന പരിഹാരം കർത്താവ് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും പ്രശ്നമല്ല, എല്ലായ്പ്പോഴും രോഗമല്ല, എല്ലായ്പ്പോഴും തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു ജീവിതമല്ല. അതിനകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സൗഖ്യം, വിടുതൽ, ഒരു സമാധാനം, ഒരു സന്തോഷം അതിനകത്തുണ്ട്. അത് നാം കണ്ടെത്തുവാൻ വേണ്ടി നിന്നുകൊടുക്കുക, മുന്നോട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക. നിശ്ചയമായിട്ടും അത്ഭുതകരമായ ദൈവീയ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. ആ അനുഭവിക്കുന്ന, ആ കാണുന്ന കാര്യങ്ങളാണ് ടെസ്റ്റിമണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജി പി മോഹൻ അവറുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൻ്റെ വയറ്റിൽ ഉണ്ടായ ആ കാൻസർ രോഗം, ആ രോഗം തൻ്റെ ജീവിതത്തിൽ ഒരു ദൈവീയ ഇടപെടലിന് അവസരമുണ്ടായി. അത് മുഖാന്തരമാണ് ഇന്ന് ഈ സാക്ഷ്യം പറയുവാനും കർത്താവ് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ച് പറയുവാനും ഇടയായിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന സൗഖ്യം, ദൈവം തരുന്ന വിടുതൽ, ദൈവം നമ്മോട് ഇടപെടുന്ന ഇടപെടലുകൾ ഒക്കെയാണ് സാക്ഷ്യമായി മാറുന്നത്. കർത്താവിൻ്റെ ദാസൻ ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ച ഈ അത്ഭുത വിടുതൽ കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ
പ്രചോദനത്തിന് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവപ്രവൃത്തികളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാം, കേൾക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, പ്രതിസന്ധികൾ, എത്ര സങ്കീർണമായ സാഹചര്യത്തോടെ നാം കടന്നു പോയിരിക്കുന്നുവെങ്കിലും അതിൻ്റെ നടുവിൽ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന ദാവീദ് പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. 23 സങ്കീർത്തനത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെങ്കിൽ കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരാം. കൂരിരുളിൻ്റെ അനുഭവത്തിൽ ഇരിക്കുകയല്ല, അതിൻ്റെ നടുവിലൂടെ നമ്മെ നടക്കുന്ന ഒരനുഭവം. അപ്പോൾ ഭയാനകമായ അനുഭവങ്ങളൊക്കെ നാം കണ്ടും കേട്ടും പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭീതി, ഒരു ഭയം, ഒരു പേടി നമുക്കുണ്ടാകും. ആ ഇരുളിന് അതിൻ്റെതായ ശക്തിയുണ്ട്, അത് നമ്മെ പേടിപ്പിക്കും. പക്ഷേ നമുക്ക് ദാവീദിനെ പോലെ ഏറ്റുപറയാം, കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലൂടെ നടക്കേണ്ടി വന്നാലും എനിക്ക് ഒരനർത്ഥവും, എനിക്കൊരു ഭയം ഉണ്ടാകില്ല. കർത്താവിൻ്റെ കരം പിടിച്ചിരിക്കുന്നു. അന്ത്യത്തോളം നടത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ആകയാൽ കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങനോട് കൂടെ ഇരിക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രശ്നത്തെ ഏറ്റെടുത്ത് എൻ്റെ വിഷയത്തിൽ നിന്ന്, എൻ്റെ രോഗത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിലെ അസമാധാനത്തിൽ നിന്ന് കർത്താവിനെ വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടയ്ക്കും. ഒരു നിമിഷം ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. ആയിരിക്കുന്ന ഇടത്ത് ദൈവസന്നിധിയിൽ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമുക്കൊന്ന് കുനിയാം. രോഗക്കിടക്കയിലാണെങ്കിൽ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വയ്ക്കൂ. നിങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ, അല്ലെങ്കിൽ കടബാധ്യതയുടെ നടുവിലൂടെ, അതല്ല എങ്കിൽ ജപ്തി നടപടിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന വിഷയമാണെങ്കിൽ, അതെല്ലാം നിങ്ങൾ നാളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ജീവിതം നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കുടുംബ പ്രശ്നവുമായി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഏത് വിഷയമായിരുന്നാലും യേശുവിനെ നമ്മെ രക്ഷിക്കുവാൻ, യേശുവിനെ നമ്മെ സൗഖ്യമാക്കുവാൻ, യേശുവിനെ നമ്മെ വിടുവിപ്പാൻ കഴിയുമെന്നും വിശ്വസിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് പി മോഹനവറുകൾ ഒരു വാക്കിൽ ഈ സമയം നമ്മെ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗ്ഗീയ പിതാവേ, ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ പുത്രത്വത്തിന്റെ അവകാശത്തെ നൽകി തന്ന് സ്നേഹിച്ച ആ മഹാസ്നേഹത്തെ ഇന്ന് രാവിലെ സമയം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി നന്ദിയോട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ദർശനത്തിനായി സ്തോത്രം. അനേക പേരിലേക്ക് കർത്താവിനെ ആമസ്തുതിക്കുന്ന കർത്താവ് അറിയിക്കുവാൻ, അനേക പേരിലേക്ക് കർത്താവിന്റെ സാക്ഷ്യത്തെ വഹിപ്പാൻ അങ്ങയുടെ ദാസനിൽ കൂടി കർത്താവ് ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെയും ദൈവമേ സ്തുതിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം അടിയനെ കർത്താവ് വിടുവിച്ചത് ദൈവമേ അരോമ വ്യൂവേഴ്സിനോട് പറയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവമേ ഈ സാക്ഷ്യം അനേക പേർക്ക് യഥാർത്ഥമായിട്ടൊരു വിടുതലിന് കാരണമാക്കി തീർക്കണമേ. രോഗികളായി കഴിയുന്നവർക്ക് ദൈവമേ സ്തുതിക്കുന്ന അത്ഭുതകരമായി സൗഖ്യം കർത്താവ് നൽകി കൊടുക്കുമാറാകണമേ. എന്നെ സൗഖ്യമാക്കി ദൈവം ജീവിക്കുന്നതിനായി സ്തോത്രം. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത അനന്യനായ കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവേ. പ്രിയപ്പെട്ടവർ ഓരോരുത്തരുടെ വിഷയത്തിന്മേല് ഇപ്പോൾ കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ. ആത്മീയമായും ശാരീരികമായും സാമ്പത്തികമായും ആമസ്തരിക്കാൻ മാനസികമായി ഏതൊക്കെ മേഖലകൾ ദൈവം അവരെ ഭാരപ്പെടുന്നോ, ദൈവം അവരെ ഭാരങ്ങളെ കർത്താവ് മാറ്റുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസ്തുതിക്കുന്ന കർത്താവ് ഈ സമയത്ത് ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഉള്ളംകരങ്ങൾ ഓരോരുത്തരെ വഹിക്കണമേ. ചോദിക്കുന്നതിനുപരിയായുള്ള നന്മകളാൽ നിറയ്ക്കണമേ. പിന്നെ അവരുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവികമായ പ്രവർത്തികൾ അത്ഭുതമായി കാണുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ ഒരുങ്ങി പാർപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ ഉള്ള കാലത്തോളം, ഞങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ പിന്നെ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണം. പ്രാർത്ഥന ദൈവം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് പി
മോഹനവറുകൾ ഇത്രത്തോളം സമയം ജീവിതത്തിലെ അനുഭവങ്ങളും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവദാസനെ, കുടുംബത്തെ, ശുശ്രൂഷകളെ, പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ആമേൻ. ഈ സാക്ഷി നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവനാമയപ്പെട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.